Assalamualaikum. Hi friends. Welcome back to Zainusfoodtube. ഇന്ന് പുതിയൊരു കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കിച്ചൺ തന്നെ. എറണാകുളത്തുള്ള ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിലുള്ള കിച്ചണാണ് ഈ കാണുന്നത്. ഇന്ന് അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ മോളാണ്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നജ്മ അവളാണെന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോളിന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മോളെ നീ എന്താ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും, ഞാൻ നജ്മ. ഇന്ന് ഞാൻ അണ്ടാങ്കോട്ടാളം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ടക്കൊട്ടാളം. അപ്പോൾ ഇത് എൻ്റെ ഉപ്പാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അണ്ടാങ്കോട്ടാളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, കോക്കനട്ട് ഓയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഫുഡിന്. ചട്ടി ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു ഇതള് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി സവോള നന്നായി വഴറ്റിയെടുക്കാം. എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. കാരണം എനിക്കിതിനൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. എൻ്റെ ഉപ്പാക്ക് ഓഫുള്ള ദിവസങ്ങളിൽ അതിൻ്റെ തലേന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാറുണ്ട്, ഞാനും ഉപ്പയും ഉമ്മയും എൻ്റെ ബ്രദറും കൂടെ. അപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ ആകുമ്പോഴേക്കും ഒരു 2-3 മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഉറങ്ങാനാകുമ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും, വിശക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ കിച്ചണിൽ കയറി എൻ്റെ ഉപ്പ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലാണ് ഇതിന്. അതുകൊണ്ടാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടം. ഞങ്ങളിത് അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കാറ്. കുബൂസ്, ബ്രെഡ്, ചപ്പാത്തി, ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്, ഈ ഐറ്റം. ഇതിപ്പോൾ നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഓഫുള്ള ദിവസങ്ങളിൽ നമുക്ക് ലേറ്റായിട്ട് എണീക്കാനും കുറച്ചും കൂടെ ഒക്കെ ഉറങ്ങാനും ഒക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതായത് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ, അതെ, മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട് മോളെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയതാണ് ഉള്ളതെങ്കിൽ 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഈ ഉപ്പ് ചേർക്കുമ്പോൾ മുട്ടയിലോട്ടുള്ള ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. തക്കാളി ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തീ നന്നായി കുറച്ച് വേണം ചെയ്യാൻ.
മഞ്ഞളിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാണ് നമ്മൾ ഇത് ഇളക്കുകയുള്ളൂ, സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടി ഇളക്കുകയുള്ളൂ. അതിന് കാരണം എന്താ മോളെ അങ്ങനെ പറയാൻ? വലിയ ലംസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ഒഴിച്ച് നമ്മൾ ഇത് ഇളക്കാണ്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇളക്കി വേവിച്ചെടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒത്തിരി ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഉണ്ടാക്കിയ ബ്രെഡോ ചപ്പാത്തിയൊക്കെ കൂടി നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആവും. നല്ലൊരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ബ്രെഡാണ് കഴിക്കാറ്. അല്ലെങ്കിൽ കുബൂസും കുഴപ്പമില്ല, പിറ്റാർ ബ്രെഡ് പോലെ വലിയ കുബൂസ് അല്ലെങ്കിൽ ചപ്പാത്തി, ഇതെല്ലാം ഇതിൽ നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ്. ബ്രെഡോ അതാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടെയാണ്. അപ്പോൾ നമ്മുടെ അണ്ടാം കൊട്ടാളം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിന്റെ ഉപ്പാന്റെ സ്പെഷ്യൽ കൊട്ടാളം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കിത് കഴിച്ചു നോക്കണം. എൻ്റെ മോളുണ്ടാക്കിയ അണ്ടാക്കൊട്ടകൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ അണ്ടാക്കൊട്ടാളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു സൺഡേ ഒരു ഹോളിഡേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഞങ്ങളുടെ വെബ്സൈറ്റായ Zainusfoodcorner.com നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം കേട്ടോ. Zainusfoodcorner.com എന്ന വെബ്സൈറ്റ് റെഫർ ചെയ്താൽ മതി. ഇൻഷാ അല്ലാ ഞാനിനിയും വേറെ റെസിപ്പീസായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ.